സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ കുറച്ച് ഞാൻ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. കാരണം ഒന്നുമല്ല, ഞാൻ ഐക്യയിലൂടെ ഇങ്ങനെ പോയപ്പോൾ ഞാൻ കുറച്ചധികം സാധനങ്ങൾ മേടിച്ചു. ഏകദേശം 25 ഐറ്റംസ് മേടിച്ചിട്ടുണ്ട്. അതിൽ സ്കിൻ കെയർ ഉണ്ട്, ഹെയർ കെയർ ഉണ്ട്, ബോഡി കെയർ ഉണ്ട്, അങ്ങനെ പല പല ഐറ്റംസ് ഉണ്ട്. നമുക്ക് എന്തൊക്കെയാണോ ഒന്നൊന്നായിട്ട് നോക്കാം. സോ ലെറ്റ്സ് നോട്ട് വേസ്റ്റ് ടൈം ആൻഡ് ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ വീഡിയോ. ഐ നോ ഇത് ഇച്ചിരി കൂടുതലാണെന്ന്, പക്ഷേ ഇറ്റ്സ് സോ ടെംപ്റ്റിംഗ്. എനിക്ക് ഐ ജസ്റ്റ് കുഡൻറ്റ് കൺട്രോൾ മൈസെൽഫ്. അങ്ങനെ ഞാൻ ഇത്രയും സാധനങ്ങൾ ഐ എൻഡ് അപ്പ് പർച്ചേസിങ്. ഇത് ഞാൻ ഫസ്റ്റ് കണ്ടപ്പോൾ ഐ വാസ് ലൈക്ക് ഓക്കെ, കുറച്ച് ഓവറായി പോയി, പക്ഷേ ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് സ്റ്റിൽ ടെംപ്റ്റിംഗ് ദോ. യാ, സോ നമുക്കൊന്നായിട്ട് നോക്കാം. നമുക്ക് സെക്ഷൻ വൈസ് നോക്കാം, കാറ്റഗറി വൈസ്. ആസ് ഇൻ ഫസ്റ്റ് സ്കിൻ കെയർ, നെക്സ്റ്റ് ഹെയർ കെയർ, പിന്നെ ബോഡി കെയർ. അങ്ങനെ നമുക്ക് ഒന്നൊന്നായിട്ട് നോക്കാം. ഓൾറൈറ്റ്, സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് സ്കിൻ കെയർ. സ്കിൻ കെയറിൽ ഞാൻ ആകെ 2 പ്രൊഡക്ട്സേ മേടിച്ചുള്ളൂ. ബാക്കി എല്ലാ സാധനങ്ങളും ഓൾറെഡി റീസ്റ്റോക്ക് ചെയ്തതാണ്. അതുകൊണ്ടാണ് ഈ 2 പ്രൊഡക്ട്സ് മാത്രം മേടിച്ചത്. ഈ 2 പ്രൊഡക്ട്സും ഇസ് ഫ്രം ദ ബ്രാൻഡ് ഡെർമാക്കോ. ഡെർമാക്കോനെ പറ്റി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഞാൻ പല പ്രൊഡക്ട്സും ഡെർമാക്കോൻ്റെ യൂസ് ചെയ്തതാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ട് മാത്രമാണ് ഈ ബ്രാൻഡിനെ ട്രസ്റ്റ് ചെയ്ത് ഞാൻ പിന്നെയും 2 പ്രൊഡക്ട്സ് മേടിച്ചേക്കുന്നത്. ഇതിൽ ഈ പ്രൊഡക്റ്റ് ഞാൻ മുൻപ് യൂസ് ചെയ്തതാണ്. ദിസ് ഇസ് എ റീപർച്ചേസ് ഫോർ മീ. ഈ പ്രൊഡക്റ്റ് ഇസ് നത്തിങ് ബട്ട് 15% AHA, 1% BHA, ബിഗിനർ ഫേസ് പീലിംഗ് സൊല്യൂഷൻ. ഇത് ബേസിക്കലി നമ്മുടെ എക്സ്ഫോളിയേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമുക്ക് പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിലോ ഇല്ലെങ്കിൽ ടാൻ ഉണ്ടെങ്കിലോ അതൊക്കെ മാറാൻ ഹെൽപ്പ് ചെയ്യും. സോ അതാണ് ഈ പ്രൊഡക്റ്റ്. ഞാൻ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് കാണാനുള്ളതെന്ന്. ഓക്കെ, ഈ പ്രൊഡക്റ്റ് എങ്ങനെ യൂസ് ചെയ്യേണ്ടത് എന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ ഡു ലെറ്റ് മീ നോ ഇൻ ദ കോമൻറ്റ് സെക്ഷൻ. ഞാൻ അതിനും ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. ഓക്കെ, ഇനി അടുത്തത് ഇസ് നത്തിങ് ബട്ട് 2% കോജിക് ആസിഡ് ഫേസ് സിറം. ഇത് ഡാർക്ക് സ്പോട്ട്സിനും പിഗ്മെൻറ്റേഷൻ, ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഒക്കെ ഉള്ളതാണ്. എനിക്കിപ്പോൾ അത്യാവശ്യം ഡാർക്ക് സ്പോട്ട്സും പിഗ്മെൻറ്റേഷൻ ഉള്ള ഒരു ഫേസ് ആണ്. സോ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം, റിസൾട്ട് എന്താണെന്ന്. ഇതിൻ്റെ ഈ ഒരു എന്താ പറയുക, കൺസിസ്റ്റൻസി തന്നെ കണ്ടില്ലേ, ഒരു ഒരു റണ്ണി കൺസിസ്റ്റൻസിയാണ്. ആൻഡ് വേറൊരു കാര്യം എന്ന് വെച്ചാൽ ക്രിസ്റ്റൽ ക്ലിയർ ആണ് ഈ ഒരു പെർട്ടിക്കുലർ സീറം. നല്ല ഒരു സീറം ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബിക്കോസ് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. യൂസ് ചെയ്തിട്ട് എനിക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. ഇങ്ങനെ കണ്ടിട്ട് എനിക്കൊന്നും പറയാൻ പറ്റില്ല. ആൻഡ് ഇതിൻ്റെ പ്രൈസ് എന്ന് വരുന്നത് 500 rupees ഈച്ച്. ഇതിനും 500 ആണ്, ഇതിനും 500 ആണ്. 500 എന്ന് വെച്ചാൽ 499 ആണ്. സോ ഞാൻ റൗണ്ട് ഓഫ് ചെയ്ത് 500 എന്ന് പറഞ്ഞതാണ്. ഓൾ റൈറ്റ്, സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ നെക്സ്റ്റ് സെക്ഷൻ. നെക്സ്റ്റ് നമുക്ക് ബോഡി കെയറിലേക്ക് കിടക്കാം. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു പാക്കേജിങ് ആണ് ഇത്. ഞാൻ അവസാനം കാണിച്ചു തരാം. ഓക്കെ, ആൻഡ് ഫസ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് സാൻഫി എന്ന ബ്രാൻഡിൻ്റെ 2 ഹെയർ റിമൂവൽ സ്പ്രേ ആണ്. ഒന്ന് ലെഗ്സ്, ആംസ് ആൻഡ് അണ്ടർ ആംസ് ഇതിന് യൂസ് ചെയ്യുന്നതാണ്. കണ്ട, ഇതിൻ്റെ റേറ്റ് 399 ആണ്. സോ എല്ലാ പ്രൊഡക്ട്സിൻ്റെയും ഒരു ഫോട്ടോ ഞാൻ ഒട്ടിച്ച് വെച്ചേക്കാം. അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. 399 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇത് എത്രയുണ്ടെന്ന് ചോദിച്ചാൽ ഒരേ സെക്കൻഡ് നോക്കട്ടെ. ഓക്കെ, 112 milliliter ഉണ്ട്. ആൻഡ് ഇതിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 25 ml ആണ്. ആൻഡ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എത്രയാണ്, റേറ്റ് ഇങ്ങനെ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഗൈസ്. 200 rupees ആണ്. സോ ഈ 2 പ്രൊഡക്ട്സും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു പേഴ്സണൽ റിവ്യൂ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്രേഗ്രൻസ്, തുടക്കം കുറച്ച് നല്ല ഫ്രേഗ്രൻസ് ആണ്. ആസ് യു ക്യാൻ സീ ഹിയർ, ഓറഞ്ച് പീലാണ് ഡീറ്റാനിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നൊക്കെയാണ് ഇവർ ക്ലെയിം ചെയ്യുന്നത്. ഐ ഡോണ്ട് ലൈക്ക്, ഐ ജസ്റ്റ് ഹാവ് യൂസ്ഡ് വൺസ്. അപ്പം ഇതിൻ്റെ ഒരു ഫ്രേഗ്രൻസ് വരുന്നൊരു ഓക്കേഷ് ഒരു ഓറഞ്ച് ഫ്രേഗ്രൻസ് ആണ്. പക്ഷേ നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം ഓ മൈ ഗോഡ്, ഇറ്റ് ഹാസ് എ സ്ട്രോങ് ഫ്രേഗ്രൻസ്. ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ് ജസ്റ്റ് ഫോർ മീ. എനിക്ക് എന്തായാലും ദിസ് ഫ്രേഗ്രൻസ് ഡിഡ്ന്റ് റിയലി വർക്ക് ഔട്ട് ഫോർ മീ. പക്ഷേ ഇതിൻ്റെ ബെനിഫിറ്റ് ശരിക്കും സെർവ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. ഒരു 95 to 97% നമ്മുടെ ഹെയർ റിമൂവ് ആക്കും. സോ ദാറ്റ് ഈസ് അബൌട്ട് ദിസ് പ്രൊഡക്റ്റ്. നെക്സ്റ്റ് പ്രൊഡക്റ്റ് ഇത് ഫ്രീബിയാണ്. ഇത് പ്ലമ്മിൻ്റെ ഫ്രീബിയാണ്. ബോഡി ലോഷനാണ്. മാഷ്മെല്ലോ മെൽറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം. ഞാൻ ഇത് ഓപ്പൺ പോലും ചെയ്തില്ല. ഐ തിങ്ക് ഇതിനൊരു എന്താ പറയുക, ഒരു ബബിൾ ഗം ടേസ്റ്റ്, ഒരു ഫ്രേഗ്രൻസ് അല്ല, പക്ഷെ കുറച്ച് ബബിൾ ഗമ്മിന് കുറച്ചുകൂടെ മോഡിഫൈഡ് വേർഷൻ ഒരു ഫ്രേഗ്രൻസ് ആണ്.
യെപ്പ്. സോ ദാറ്റ്സ് അബൌട്ട് ദിസ് പ്ലമ്മിൻ്റെ മാഷ്മെല്ലോ മെൽറ്റ്. ഇത് ഫ്രീ ബി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊന്നും ആയിരുന്നു. നെക്സ്റ്റ് ഇസ് ഈ ഒരു റേസറാണ്. ഇത് ബിക്കിനി ലൈൻ ഷേവ് ആൻഡ് ട്രിം റേസറാണ്. ഇത് ഞാൻ കുറേ പ്രാവശ്യം മേടിച്ചിട്ടുണ്ട്. സോ ഇതിൻ്റെ ദിസ് പ്രോഡക്റ്റ് ഇസ് റിയലി ഗുഡ് ആൻഡ് ഹെൽപ്ഫുൾ. ഇതിൻ്റെ മെയിൻ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഈ ബ്ലേഡ്സ് ഉണ്ടല്ലോ, ഈ ബ്ലേഡ്സ് എന്ന് പറയുന്നത് ഈ കോം ഡിസൈൻ അത്രയും ഡിഫറെൻ്റ് ആണ്. സോ ദാറ്റ് കട്ട്സും സ്കാർസ് ഒന്നും വരാതെ ഇത് ഹെൽപ്പ് ചെയ്യും. ആൻഡ് അത് മാത്രമല്ല, ഈ ഗ്രീൻ കളർ സാധനം കണ്ടോ, ഇത് ആലോവേര ലൂബ്രിക്കേറ്റഡ് സ്ട്രിപ്പാണ് ഈ സംഭവം. സോ ഒരു സ്മൂത്ത് ഒരു ഗ്ലൈഡ് ഫിനിഷ് നമുക്ക് കിട്ടും. ഓക്കെ, ദാറ്റ്സ് അബൌട്ട് ദാറ്റ്. ആൻഡ് അനദർ തിങ് ഇസ്, ഇത് എത്ര മാത്രം ട്യൂബ്സ് ഞാൻ മേടിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തുമില്ല. ലൈക്ക് ഐ ഡോണ്ട് റിയലി ഹാവ് എ കൗണ്ട് ഓഫ് ഇറ്റ്, ബിക്കോസ് അത്രയും നല്ലൊരു പ്രൊഡക്റ്റാണ് ഇത്. ഓക്കെ ഇതിൻ്റെ ഫ്ലേവർ ഇസ് ലാവൻഡർ ആൻഡ് പെപ്പർമെൻറ്റ്. ഞാൻ യൂസ് ചെയ്തു. ഞാൻ മാത്രമല്ല, ഈ വീട്ടിലെല്ലാവരും ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. അത്രയും നല്ല റിസൾട്ട്സ് വരുന്നതുകൊണ്ടാണ് ഞാൻ 2 എണ്ണം മേടിച്ചത്. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് തിങ് ഇൻ ബോഡി കെയർ ഇസ് ഫാബ് എസെൻഷ്യൽസിൻ്റെ ഒരു കിറ്റാണ് ഞാൻ മേടിച്ചത്. ഒരു ബാത്ത് ആൻഡ് ബോഡി ഗിഫ്റ്റ് സെറ്റ്. I am so disappointed because I didn't really like the fragrance. ബാക്കി എല്ലാവർക്കും കുറച്ചൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. ആൻഡ് ഐ ലവ് ദിസ് താങ്ക് യു നോട്ട്. ലുക്ക് അറ്റ് ദിസ്, സോ ക്ലാസി. ആൻഡ് ഇതിൻ്റെ ബോഡി ലോഷൻ വരുന്നുണ്ട്. പിന്നെ ഒരു ബേത്തിങ് ബാർ വരുന്നുണ്ട്. ആൻഡ് ഒരു ലിപ് ബാം വരുന്നുണ്ട്. ലിപ് ബാം ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ലിപ്സിൽ ട്രൈ ചെയ്യുന്നില്ല, ബിക്കോസ് ലിപ്സ്റ്റിക് ഉണ്ട്. മോയ്സ്ചറൈസിങ് ആണെന്ന് ചോദിച്ചാൽ യെസ്, ഇറ്റ് ഈസ് മോയ്സ്ചറൈസിങ്. ഫ്രേഗ്രൻസ് ഓക്കേഷാണ് ലിപ് ബാമിൻ്റെ. പക്ഷേ ദിസ് ബേത്തിങ് ബാർ ഹാസ് എ സ്ട്രോങ് ഫ്രേഗ്രൻസ് വിച്ച് ഐ എം നോട്ട് റിയലി എ ഫാൻ ഓഫ്. പക്ഷേ ഓവറോൾ നിങ്ങൾ ഈ പാക്കേജിങ് നോക്ക്. ദിസ് പാക്കേജിങ് ലുക്ക് സോ ഗുഡ് ആൻഡ് ഇറ്റ് ലുക്ക് സോ ക്ലാസി ദാറ്റ് ഞാൻ കണ്ണടച്ചങ്ങ് മേടിച്ചു പോയി. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ബോഡി കെയർ. നെക്സ്റ്റ് നമുക്ക് നെക്സ്റ്റ് കാറ്റഗറിയിലേക്ക് പോവാം. സോ അടുത്തത് ഹെയർ കെയർ ആണ്. ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പ്രൊഡക്റ്റ് ഉണ്ട്, അത് ഞാൻ അവസാനം കാണിക്കുന്നതായിരിക്കും എന്താണെന്ന്. സ്റ്റാർട്ടിങ് വിത്ത് നമ്മൾ ആദ്യം മേടിച്ചിരിക്കുന്ന ഒരു ഷാംപൂ കണ്ടീഷണറാണ്. ഇത് ഞാൻ ട്രൈ ചെയ്തിട്ടില്ല, സോ ഇതിനെപ്പറ്റി ഒന്നും പറയാൻ എനിക്കറിയില്ല. പ്ലമ്മിൻ്റെ ആണ്. കോക്കനട്ട് മിൽക്ക് ആൻഡ് പെപ്റ്റൈഡ്സിൻ്റെ ഒരു കണ്ടീഷണർ. ആൻഡ് സെയിം കോക്കനട്ട് മിൽക്ക് ആൻഡ് പെപ്റ്റൈഡ്സ്. ഇതൊരു കോംബോ ആയിട്ടാണ് വരുന്നത്, കണ്ടോ. സോ ഇനിയാണ് ഇതിൻ്റെ പാക്കേജിങ് വരുന്നത്. ഒരു പ്ലാസ്റ്റിക് റാപ്പ് ഉണ്ട്, അത് ഞാൻ തുറന്നു ആവേശം കൊണ്ട്. And that's about shampoo and conditioner. അതോടൊപ്പം തന്നെ we have another product which is from the brand Dove, and this is treatment mask, hair mask ആണ് basically. അപ്പം എനിക്കറിയാം ഞാൻ ചിലതിൻ്റെ റേറ്റ് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല, അതൊക്കെ ഞാൻ സ്ക്രീനിൽ തന്നെ കൊടുത്തേക്കാം, ബിക്കോസ് നോക്കി പറയാനൊക്കെ ടേക്സ് എ ലോട്ട് ഓഫ് ടൈം. ഓക്കെ, നോക്കി അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, ഇത് നമ്മൾ തുറന്നിട്ടില്ല. ഇത് ഹെയർ മാസ്ക് ആണ്. ഇതിൻ്റെ ഫ്ലേവർ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. ഇത് ഇവരുടെ സ്റ്റാൻഡേർഡ് ഒരു ഹെയർ മാസ്ക് ആണ്. ഇതാണ് സംഭവം. ഓക്കെ, ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് ഞാൻ പറയാം, കാരണം എനിക്കിപ്പോൾ ഒന്നും പറയാൻ അറിയില്ല, ബിക്കോസ് ഐ ഹാവൻറ്റ് യൂസ്ഡ് ഇറ്റ് ആസ് ഐ ടോൾഡ് ബിഫോർ. ആൻഡ് അടുത്ത് എന്ത് കാണിക്കാം? ഓക്കെ, ബി ബ്ലണ്ടിൻ്റെ 2 സാധനങ്ങൾ പ്രൊഡക്ട്സ് ഞാൻ മേടിച്ചിട്ടുണ്ട്. വൺ ഇസ് ഡ്രൈ ഷാംപൂ. ഇത് ഞാൻ ഒരു പ്രാവശ്യം യൂസ് ചെയ്തു. എനിക്ക് തോന്നിയ ഡിഫറൻസ് എന്ന് വെച്ചാൽ ഹെയർ കുറച്ചുകൂടെ സ്മൂത്ത് ആക്കും, പ്ലസ് കുറച്ച് വോളിമിനസ് ആയിട്ട് തോന്നും. സോ ദാറ്റ്സ് അബൌട്ട് ദിസ് ബി ബ്ലണ്ടിൻ്റെ ഡ്രൈ ഷാംപൂ. അനദർ തിങ് ഇസ് ബി ബ്ലണ്ടിൻ്റെ തന്നെ ഹോട്ട് ഷോട്ട് ഹോൾ സ്പ്രേ ആണ്. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. എനിക്ക് ഈ പ്രൊഡക്റ്റ് മേടിക്കാൻ എന്നെ പ്രചോദിപ്പിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇപ്പോഴും സ്ട്രെയിറ്റൻ ചെയ്ത വിത്തിൻ ഒരു നോട്ട് ഈവൻ ഹാഫ് ആൻ അവർ, അതിലും കുറച്ച് സമയം കൊണ്ട് എൻ്റെ മുടി പിന്നെയും ഈ കോലത്തിലേക്കാവും. സോ ഇൻ ഓർഡർ ടു അവോയ്ഡ് ദാറ്റ് ഞാൻ ഈ സാധനം മേടിച്ചിട്ടുണ്ട്. ഇത് ഉപയോഗിച്ചതിന് ശേഷം വർക്ക് ആവുന്നുണ്ടോ ഇല്ല ഞാൻ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, ആൻഡ് അനദർ തിങ് ഇസ് ബ്രോൺസൺ പ്രൊഫഷണൽ എന്ന ബ്രാൻഡിൻ്റെ ഒരു സ്കാൽപ് മസാജറാണ്. ഐ ജസ്റ്റ് ഷോ യു ഹൗ ദിസ് വൺ ലുക്സ്. ഞാനിത് യൂസ് ചെയ്തിട്ടില്ല. സോ ദിസ് ഇസ് ഹൗ ദിസ് ലുക്സ്. ഒരു വുഡൻ ഒരു മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയൊരു സാധനമാണ്. ആൻഡ് ഒരു എന്താ പറയുക,
ഒരു ചീപ്പ് പോലെ ഉണ്ടെങ്കിൽ കാണാം, കുറച്ച് വൈറ്റ് ലെങ്ത് ആയ ഒരു പല്ലുള്ള ഒരു ചീപ്പ് പോലെ ഉണ്ടാവും. ആൻഡ് കുറച്ച് നല്ല നല്ല മെറ്റീരിയലാണ്. ക്വാളിറ്റി ഈസ് ഓൾസോ ഗുഡ്, പക്ഷെ ഐ ഹാവൻറ്റ് യൂസ്ഡ് ഇറ്റ്. സ്കാൽപ്പ് മസാജറാണ്, സോ ഹെയർ ഗ്രോത്തിനൊക്കെ ഹെൽപ്പ് ചെയ്യും. ലെറ്റ്സ് സീ. ആൻഡ് അനദർ പ്രോഡക്റ്റ് ഈസ് ഞാൻ ഫസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യാൻ പോകുന്ന ഒരു ബ്രാൻഡാണ് മോക്സി. മോക്സിയുടെ തന്നെ 2 പ്രൊഡക്റ്റ് ഞാൻ ട്രൈ ചെയ്തു, മേടിച്ചു. One is super defining curl cream and the other one is flexi styling serum gel. ഇത് രണ്ടും എങ്ങനെ വർക്ക് ചെയ്യും എന്നൊന്നും എനിക്കറിയത്തില്ല, ബിക്കോസ് ഐ ഹാവൻറ്റ് യൂസ്ഡ് ഇറ്റ്. പക്ഷേ ഐ ലവ് ദിസ് പാക്കേജ്. ഇതിൻ്റെ അകത്ത് തന്നെ കണ്ട് ദിസ് കളർ പാലറ്റ് ഇസ് ജസ്റ്റ് വാവ്. ആൻഡ് ഈ നമ്മൾ പ്രോഡക്റ്റ് മേടിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ചെറിയൊരു പേപ്പർ പാക്കറ്റും കൂടെ നമുക്ക് കിട്ടും. ഇത് നമുക്ക് തുറന്ന് നോക്കുകയാണെങ്കിൽ യു ഫൈൻഡ് ദിസ് നിക്കിത ഫൗണ്ടർ, അവരുടെ ഒരു സ്റ്റോറി, യു ഫൈൻഡ് ദാറ്റ് തിങ്. ആൻഡ് അതർ വൺ ഈസ് മോക്സി ബ്രാൻഡിൻ്റെ അവർ വിൽക്കുന്ന എല്ലാ പ്രൊഡക്ട്സും കിട്ടുന്ന ഒരു ചെറിയൊരു എന്താ പറയുക ഒരു ഷീറ്റ് നമുക്ക് കിട്ടും, ഒരു കാറ്റലോഗ് പോലത്തെ സാധനം. ആൻഡ് അതർ വൺ ഈസ് ഇങ്ങനത്തെ സ്റ്റിക്കേഴ്സ്. ഇങ്ങനത്തെ സ്റ്റിക്കേഴ്സ് നമുക്ക് കണ്ടോ ഇങ്ങനെ പറിച്ച് ഒട്ടിക്കാൻ പറ്റുന്ന പോലത്തെ സ്റ്റിക്കേഴ്സ് നമുക്ക് വേണമെങ്കിൽ ഫോൺ കേസിലൊക്കെ ഒട്ടിക്കാം. നിങ്ങൾക്ക് കാണിക്കേണ്ടതുകൊണ്ടാണ് ഞാനൊന്നും തുറക്കാതെ ഒന്നും ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്നത്. ഇത്രയും സ്റ്റിക്കേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ. ആൻഡ് ഇത് ഞാൻ പൊതുവേ അങ്ങനെ കേൾസ് കെയർ ചെയ്യുന്ന ഒരാളല്ല. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം മറാഠയുടെ 2 പ്രൊഡക്ട്സ് മേടിച്ചിട്ടുണ്ട്, ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടില്ല. And this is the second time I'm purchasing something to care my curls. I don't know how well this works, but if you want a detailed review, definitely I'll do that. Okay, but do let me know in the comment section. So yes, now let's get into my most favorite product. And purchase either most favorite product is this, and I just love this product. Oh my god, the product is this. ഇത് സീക്രട്ട് ഗ്രോവിൻ്റെ തന്നെ ഒരു ഹെയർ പെർഫ്യൂമാണ്. ഐ ഹാവൻറ്റ് റിയലി ബോട്ട് എനി പെർഫ്യൂം. ഇതാണ് എൻ്റെ ഏറ്റവും ഈ ഹോൾ എൻറ്റയർ പർച്ചേസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൈ ഫേവറേറ്റ് പ്രൊഡക്റ്റാണിത്. ആൻഡ് ഇതൊരു ഹെയർ പെർഫ്യൂമാണ്. ദിസ് സ്മെൽസ് അമേസിംഗ്, ലൈക്ക് ഹെവൻലി. ഞാൻ ജസ്റ്റ് ഒന്ന് അടിച്ചിട്ട് ഞാൻ തന്നെ ഒന്ന് മണക്കട്ടെ. സത്യമായിട്ടും ഞാൻ ഒട്ടും ഓവർ ആക്ടിങ് അല്ല, സത്യമായിട്ടും അടിപൊളി ഒരു സാധനമാണ്. Okay, so that's about this hair perfume. You guys should try this. ഇതിൻ്റെ ഫ്ലേവർ is magnolia and mandarin എന്നൊരു ഫ്ലേവറിൽ വരുന്നതാണ്. അടിപൊളി മണമാണ്. ഞാൻ എത്ര നേരം ലാസ്റ്റ് ടൈം ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടുന്ന് അടിച്ചിട്ട് പോയിട്ട് നമ്മൾ പള്ളിയിൽ പോയായിരുന്നു. സോ നമ്മൾ പള്ളിയിൽ പോയിരുന്നതിന് ശേഷം നമ്മൾ അവിടെ ഇരിക്കും പോലും അത്രയും ഒരു വലിയ ഫ്രേഗ്രൻസിനൊക്കെ നമ്മൾ ഇരിക്കും പോലും എനിക്ക് ഇതിൻ്റെ ഫ്രേഗ്രൻസ് ഇങ്ങനെ എൻ്റെ ഇതിൽ വന്നുകൊണ്ടിരിക്കുക, എൻ്റെ സെൻസസിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഞാൻ ഇത് മണത്തിൽ ഐ വാസ് ഫീലിംഗ് സോ ഹാപ്പി, ബിക്കോസ് അത്രയും നല്ല അടിപൊളി പ്രൊഡക്റ്റാണിത്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പർച്ചേസാണ്. എനിക്ക് ലൈക്ക് ഏറ്റവും കൂടുതൽ ഫേവറേറ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണിത് എന്ന് ഞാൻ ഇപ്പോഴും പറയാണ്. സോ ദാറ്റ്സ് അബൌട്ട് ദിസ് ഹെയർ കെയർ സെഗ്മെൻറ്റ്. നെക്സ്റ്റ് നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. Alright guys, so next comes my favorite segment, which is makeup section. ഫസ്റ്റ് പ്രൊഡക്റ്റ് ഈ മാർസിൻ്റെ ഇലുമിനാറ്റി ബേസ് ആണ്. ഇത് ബേസിക്കലി ഒരു സ്ട്രോബ് ക്രീം പോലെ അല്ലെങ്കിൽ പ്രൈമറായിട്ടോ അല്ലെങ്കിൽ ഹൈലൈറ്ററായിട്ടോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഷെയ്ഡേഴ്സ് പിങ്ക് ബീം 02 പിങ്ക് ബീം എന്നൊരു ഷെയ്ഡാണ്. ഇത് ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഇത് വർക്ക് ചെയ്യുന്നത്. സോ എത്രയും പ്രൊഡക്റ്റ് ഇട്ടിട്ടുണ്ട്. നമ്മളിത് പ്രോപ്പറായിട്ട് ഇനി എൻ്റെ മുഖത്തൊന്നും ഇട്ട് കാണിക്കുന്നില്ല, ഞാൻ ജസ്റ്റ് കയ്യിൽ കാണിച്ചു തരാം. നിങ്ങൾക്ക് ആ ഒരു ഷൈൻ ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, കാണാൻ പറ്റുന്നുണ്ടോ? സോ കണ്ടോ, ഈ ഒരു ഗ്ലോ വരും, ഒരു നമ്മുടെ സ്കിന്നിൻ്റെ അകത്തുനിന്ന് വരുന്നൊരു ഗ്ലോ പോലത്തെ ഒരു സംഭവമാണ് ഈ ഒരു മാർസിൻ്റെ ഇലുമിനാറ്റി ബേസിൽ വരുന്നത്. ഓക്കെ, പിന്നെ ഈ ഒരു സംഭവം ഇത് ഫേസസ് കാനഡ ഫ്രീ ആയിട്ട് തന്നെയാണ് ഒരു നെയിൽ കളർ. ഞാൻ കാശ് എടുത്ത് മേടിക്കുകയാണെങ്കിൽ ഒരിക്കലും ഇങ്ങനത്തെ ഒരു കളർ ഞാൻ ചൂസ് ചെയ്യില്ല. അല്ലെങ്കിൽ ഇത് ഫ്രീ ആയിട്ട് തന്ന സാധനമായിട്ട് ദാനം തന്ന പശുവിൻ്റെ പല്ലുണ്ടെന്നില്ല. ഓക്കെ, ആൻഡ് അനദർ തിങ് ഈസ് മൈ ഫേവറേറ്റ് കൺസീലർ. ഐ ഡോണ്ട് യൂസ് ഫൗണ്ടേഷൻ. ഞാൻ കൺസീലർ മാത്രം ഉപയോഗിക്കുന്നതാണ്. എനിക്ക് എവിടെയെങ്കിലും സ്പോട്ട്സ് ഉണ്ടെങ്കിൽ, ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ കൺസീലർ യൂസ് ചെയ്യുന്ന ഒരാളാണ്. സോ ഇതും മാർസിൻ്റെ തന്നെ ബ്രാൻഡാണ്. ഇതിൻ്റെ ഷെയ്ഡേഴ്സ് 08 എസ്പ്രസോ എലഗൻസ്. അൺഫോർച്ചുനേറ്റ്ലി മാർസിൻ്റെ ഏറ്റവും ഡാർക്കസ്റ്റ് ഷെയ്ഡ്
ഇതാണ്. ഇതിൻ്റെ അപ്പുറം ഒരു ഡാർക്ക് ഷെയ്ഡ് ഇല്ല മാർസിന്. അത്രയും വൈഡ് റേഞ്ച് ഓഫ് ഷെയ്ഡ് കളക്ഷൻസ് അല്ല മാർസിൻ്റെ. കണ്ടോ, എൻ്റെ സ്കിന്നിന് കറക്റ്റായിട്ട് ചേരുന്ന ഒരു കൺസീലറാണിത്. ഐ ജസ്റ്റ് ഷോ യു. ബ്ലെൻഡ് ആയി കഴിഞ്ഞാലും ആ ഒരു ഫിനിഷ് കണ്ടോ. സോ ദാറ്റ്സ് അബൌട്ട് ദിസ് മാർസിൻ്റെ കൺസീലർ. നെക്സ്റ്റ് ഇനി ഐലൈനറും ലിപ്സ്റ്റിക്കുമാണ്. സോ ഇത് മെയ്ബിലിൻ്റെ ജെൽ ലൈനറാണ്. ജെൽ ലൈനർ സംഭവം വരുന്നതാ ഇങ്ങനെയാണ്. ഞാൻ തുറന്ന് ഇതുപോലൊരു ബ്രഷ് വരുന്നുണ്ട്. നമ്മളിങ്ങനെ ബ്രഷ് മുക്കി കണ്ടോ, നമ്മളിപ്പോൾ ഇത്രയും യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് സ്മഡ്ജ് ചെയ്യുമല്ലേ നമുക്ക് ഫസ്റ്റ് നോക്കാം. സ്മഡ്ജ് ചെയ്യുമെന്നാണ് അവർ പറയുന്നത്. സ്മഡ്ജ് പ്രൂഫ് ആൻഡ് വാട്ടർ പ്രൂഫ് എന്ന് പറയുന്നത്. നോക്കാം. അത്യാവശ്യം നല്ല ഡാർക്കാണ് കണ്ടോ. ഒരു സ്ട്രോക്കിൽ തന്നെ ഇത്രയും ഡാർക്ക്നെസ് വരുന്നുണ്ട്. ആൻഡ് സ്മഡ്ജ് ചെയ്യുമല്ലോ നമുക്കിപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ലൈവായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. സ്മഡ്ജ് ചെയ്യും. മേ ബി നിങ്ങൾ ഇതിൻ്റെ മുകളിൽ ഒരു സെറ്റിംഗ് പൗഡർ എല്ലാം ഇട്ടാൽ സ്മഡ്ജ് ചെയ്യില്ലായിരിക്കാം. അല്ലെങ്കിൽ കുറച്ച് നേരം സെറ്റ് ചെയ്യാൻ വെച്ചാലും സ്മഡ്ജ് ചെയ്യില്ലായിരിക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ നോക്കിയപ്പോൾ നല്ല രീതിക്ക് സ്മഡ്ജ് ചെയ്യുന്നുണ്ട് കണ്ടോ. പിന്നെ സ്മഡ്ജ് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം വാട്ടർ പ്രൂഫ് അല്ല എന്ന്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ജെൽ ലൈനർ. നെക്സ്റ്റ് കംസ് ലിപ്സ്റ്റിക്സ്. ഐ ലവ് ലിപ്സ്റ്റിക്സ്. നമ്മളിപ്പം കുറേ നാളായിട്ട് ഔട്ട് ഓഫ് സ്റ്റോക്കിലിരുന്ന പ്രൊഡക്റ്റാണ് ഈ മാർസിൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക്, മാറ്റ് ന്യൂസ് ലിപ്സ്റ്റിക്. ഇതിൻ്റെ ഷെയ്ഡ് ലീഡിങ് ലേഡി. അപ്പം ഷെയ്ഡ് ഞാനൊന്ന് സ്വാച്ച് ചെയ്ത് കാണിച്ചുതരാം. കണ്ടോ, ഇതാണ് ഒരു ഷെയ്ഡ്. നിങ്ങൾക്ക് വേണ്ടിയാണ് കൈക്ക് ഞാൻ എത്ര അഴുക്കാക്കുന്നത് കേട്ടോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. And another lipstick is from the brand Faye Beauty. ഇവിടെ ചുറ്റും ആൾക്കാരാണ്, അതുകൊണ്ട് ഇത്രയും കോൺഷ്യസ് ആയിട്ട് ഞാൻ സംസാരിക്കുന്നത് ഗൈസ്. Faye Beautyയുടെ ഒരു ലിപ്സ്റ്റിക്കാണ്. ഇതാണ് ലിപ്സ്റ്റിക്ക്. ഇതിൻ്റെ ഷെയ്ഡേഴ്സ് ഐ ഡോണ്ട് നോ, ഷെയ്ഡ് മെൻഷൻ ചെയ്തിട്ടില്ല. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു ഷെയ്ഡ് വരുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത്. ഓക്കെ, ആൻഡ് അടുത്തത് കെ ബ്യൂട്ടിയാണ്. കെ ബ്യൂട്ടിയുടെ എനിക്കിങ്ങനെ ഉരച്ച് കളയാൻ എനിക്ക് തോന്നുന്നില്ല. കാരണം അത്യാവശ്യം ഇത്രയും ചെറിയൊരു സാധനമാണ്. 1000 രൂപയാണ് ഗൈസ്. ഓക്കെ, ഞാൻ എന്നാലും കാണിച്ചു തരാം നിങ്ങൾക്ക് വേണ്ടി. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, ഇതിൻ്റെ ഷെയ്ഡ് കണ്ട ഇതാണ്. ഇതൊക്കെ ഡെയിലി വെയർ ആയ ഷെയ്ഡ്സാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഏറ്റവും 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 എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ബ്രാൻഡും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡുമാണ് ഇത്. ഞാൻ തുറന്നിട്ട് പോലുമില്ല, പക്ഷെ ഇതിന് ഒരുപാട് റീസ്റ്റോക്ക് ചെയ്ത് റീപർച്ചേസ് ചെയ്ത് പണ്ടാരടങ്ങിയ ഒരു സാധനമാണ്. ഞാൻ ഓൺലൈനിൽ മാത്രമല്ല ഓഫ്ലൈൻ സ്റ്റോറിൽ പോയിട്ട് പോലും ഞാൻ സാധനം മേടിച്ചിട്ടുണ്ട്. അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റാണ്. ഫേസസ് കാനഡയുടെ ഷെയ്ഡ് നമ്പർ ഞാൻ പറയുന്നില്ല, ഇപ്പോൾ ഞാൻ മെൻഷൻ ചെയ്യാൻ താഴെ കണ്ടോ. ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ട് ഇതിന്. ഇതൊരു ക്രയോൺ ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ ഷെയ്ഡ് ഇസ് ദിസ് കണ്ടോ. ഒരു വൈഡ് വെറൈറ്റി ഓഫ് ഷെയ്ഡ്സ് തന്നെ ഇപ്പോൾ എൻ്റെ കയ്യിൽ കാണാൻ പറ്റും. ഒരു റെഡിഷ് ഒരു ഷെയ്ഡ്, പിങ്കിഷ് ഒരു ഷെയ്ഡ്, ബ്രൗണിഷ് ഒരു ഷെയ്ഡ്, പിന്നെ ഇതിലൊന്നും പെടാത്തൊരു ഷെയ്ഡ്. അപ്പോൾ നമുക്ക് വൈഡ് റേഞ്ച് ഓഫ് വെറൈറ്റി ലിപ്സ്റ്റിക്സ് ഉണ്ടായിട്ടുണ്ട്. ഈ 4 ലിപ്സ്റ്റിക്കാണ് ഞാൻ മേടിച്ചത്. ഞാൻ സാധാരണ കുറച്ചുകൂടെ അധികം മേടിക്കുന്നതാണ്. പിന്നെ അത്രയും പ്രൊഡക്ട്സ് മേടിച്ചത് കൊണ്ട് ഞാൻ മേടിക്കുന്നില്ല. ദിസ് ഇസ് അബൌട്ട് ടുഡേയ്സ് നൈക്ക ഹോൾ. ഏകദേശം ഒരു 25 ഐറ്റംസ് നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ. ഇനിയിപ്പോൾ ഇതിൽ നിങ്ങളുടെ ഫേവററ്റ് ഐറ്റം ഏതാണ് എന്ന് നിങ്ങൾ പറയണം. മാത്രമല്ല ഇതിൽ ഏതെങ്കിലും ഐറ്റംസ് നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിവ്യൂ അല്ലെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസ് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഓക്കെ, വൺ മോർ തിങ്, നമുക്ക് ഒരു സെഗ്മെൻറ്റും കൂടെ വെക്കാം, വിച്ച് ഇസ് നത്തിങ് ബട്ട് മൈ ടോപ്പ് 5 പിക്സ്. ഓക്കെ, എനിക്ക് മൊത്തം പർച്ചേസിൽ ഞാൻ ടോപ്പ് 5 ആയിട്ട് ഞാൻ പിക്ക് ചെയ്യാൻ പോകുന്ന
ഐറ്റംസ് ആണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. സോ ജസ്റ്റ് വെയിറ്റ്. ഓൾറെഡി ഗൈസ്, സോ എൻ്റെ ടോപ്പ് 5 പിക്സ് ആണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഞാൻ ഒരു 25 ഐറ്റംസ് പർച്ചേസ് ചെയ്തെന്ന് പറഞ്ഞല്ലോ. അതിൽ നിന്ന് ഒരു 5 ഐറ്റംസ് ഞാൻ പിക്ക് ചെയ്യുവാണെങ്കിൽ, ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാ ഐറ്റംസ് ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ യൂസ് ചെയ്തതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റംസ്, ഫിഫ്ത്ത് കംസ് ദിസ് ബി ബ്ലണ്ടിൻ്റെ ഡ്രൈ ഷാംപൂ. ഞാൻ ഒരു ദിവസം തല കഴുകാതെ യൂസ് ചെയ്തൊരു സാധനമാണിത്. ആൻഡ് ഇറ്റ് വർക്ക് റിയലി വെൽ ഫോർ മീ. സോ മൈ ഫിഫ്ത്ത് പിക്ക്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അങ്ങനെ അധികം ഫൗണ്ടേഷനോ കൺസീലറോ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. പക്ഷെ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്നത് ഈ ഒരു കൺസീലറാണ്. ദിസ് ഇസ് ഫ്രം ദ ബ്രാൻഡ് മാർസ്. ഇതിൻ്റെ ഷെയ്ഡ് ഇസ് 08 എസ്പ്രസോ എലഗൻസ്. ആൻഡ് ദിസ് വുഡ് ബി മൈ ഫോർത്ത് പിക്ക്. അടുത്തത് ഞാൻ പറഞ്ഞത് തന്നെ പല റീപർച്ചേസ് നടത്തിയ ഒരു സംഭവമാണ് ഈ ഒരു ഫേസസ് കാനഡയുടെ ലിപ്സ്റ്റിക്ക്. ഇതിൻ്റെ ഷെയ്ഡ് എസ്പ്രസോ 03 ആണ്. ഒരു നല്ലൊരു ബ്രൗൺ ഷെയ്ഡ്, ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ. ആൻഡ് ദിസ് വുഡ് ബി മൈ തേർഡ് പിക്ക്. ആൻഡ് ഇതും സെയിം, നൈക്കയുടെ ഈ ഫുഡ് ക്രീം. ദിസ് വർക്ക്സ് ലൈക്ക് ഹെവൻ. സോ ദിസ് വുഡ് ബി മൈ സെക്കൻഡ് പിക്ക്. ആൻഡ് മൈ ടോപ്പ് ഫസ്റ്റ് പിക്ക് വുഡ് ബി, ആസ് യു ഗെസ്റ്റ്, ദിസ് ഹെയർ പെർഫ്യൂം. ദിസ് സ്മെൽസ് ഹെവൻലി. ലൈക്ക് എത്ര പ്രാവശ്യം ഞാൻ നിങ്ങൾ കാണിച്ചു തരില്ല, ഞാൻ ഇത് ഉപയോഗിച്ച് നോക്കണം. ബിക്കോസ് അത്ര അടിപൊളി മണമാണിത് കേട്ടോ. സോ ഗുഡ് ദ സ്മെൽസ്. സോ ദിസ് ഇസ് അബൌട്ട് ടുഡേയ്സ് ഹോൾ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ, ആസ് ഐ ഓൾറെഡി മെൻഷൻ, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് അനദർ തിങ് ഇസ് ദാറ്റ്, അടുത്ത വീഡിയോ വരുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രൊഡക്ട്സിന് ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ ഡു ലെറ്റ് മീ നോ ഇൻ ദ കോമെൻറ്റ് സെക്ഷൻ. സോ ദാറ്റ് അതിനും ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. സോ അൺടിൽ ദെൻ, ബൈ, ടേക്ക് കെയർ, സ്റ്റേ ഗ്ലോയിങ്, സ്റ്റേ ഹാപ്പി, ബൈ ബൈ.